ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ്. എൻ്റെ ഈവനിങ് നടന്ന കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആണ്, ഒരു 9 മന്തോളമായി. അപ്പോൾ പുള്ളിക്കാരിയുടെ ബാഗ് പാക്കിങ്ങും ഹോസ്പിറ്റൽ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ വന്നിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു ബാഗിലാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിച്ചതാണ്. അങ്ങനെ 2 ബെഡ്ഷീറ്റ് നമ്മൾ പുതിയത് വാങ്ങിച്ചത് അതിനകത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇത് ഇന്നേഴ്സിൻ്റെയും നൈറ്റി എല്ലാം കൂടി ഒന്നിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു 4 നൈറ്റിയോളം ഇതിനകത്തുണ്ട്. പിന്നെ ഇന്നേഴ്സൊക്കെ ഉണ്ട്. കൂടുതലും ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ കുട്ടിയുടുപ്പാണ്. ഇത് കോട്ടൺ കുട്ടിയുടുപ്പാണ്. ഇത് പ്രിൻ്റഡും ലൈനും അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ടായിരുന്നു ഇത് വാങ്ങിച്ചിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ 2 സെറ്റുണ്ട്, ഒരു സെറ്റും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും ആവശ്യമില്ല, എന്നാലും എടുത്ത് നമ്മൾ കയ്യിൽ കരുതുന്നുണ്ട്. പിന്നെ ഇത് ബേബി റാപ്പാണ്. ഇതൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തത് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഓരോ ചെറിയ പാക്കറ്റിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഇതാണ് ബാക്കി കെട്ടുടുപ്പ്. നല്ല കംഫർട്ടബിളായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള കോട്ടൻ്റെ കെട്ടുടുപ്പാണ്. പിന്നെ ഇത് വന്നിട്ട് സോഫ്റ്റ് ടവൽസാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണമെങ്കിലൊക്കെ വെച്ചിട്ടുള്ള ടവൽസാണ്. പിന്നെ ഇത് റാപ്പ് ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ്. പുറത്ത് പെട്ടെന്നൊരാവശ്യം വന്നാൽ ആദ്യം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നല്ല വെള്ളമുണ്ട് കഴുകി ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഈ വെള്ളമുണ്ടാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാക്കറ്റിൽ, അതൊക്കെ കുറച്ച് പുറത്തായിട്ടാണ് വെക്കുന്നത്, എപ്പോഴും എടുക്കേണ്ടതായതുകൊണ്ട്. പിന്നെ ഇത് വന്നിട്ട് വൈറ്റ് കളറ് ടീഷർട്ട് വേണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് കളറ് ടീഷർട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊരു 2 3 അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി ഒരുവിധം ബാഗിലൊക്കെ സെറ്റാക്കി. പിന്നെ ഇത് വന്നിട്ട് ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയും കൈലിയൊക്കെ. ഇത് ആദ്യം തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് പുറത്ത് വെക്കുകയാണ്. പിന്നെ ഇത് വൈപ്സ്, ഇത് മദർസ് പാഷൻ്റെ 99% പ്യുവർ വാട്ടർ എന്ന് പറയുന്ന ഒരു നല്ലതാണെന്നൊക്കെ റിവ്യൂ കണ്ട് വാങ്ങിച്ചതാണ്. തൽക്കാലം നമ്മൾ വൈപ്സ് ഒന്നും ഇപ്പോഴേ സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുന്നില്ല, എന്നാലും നമ്മൾ കയ്യിൽ കരുതി എന്നേ ഉള്ളൂ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ബാഗിനകത്ത് വെച്ച് സെറ്റായി. ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് എടുക്കാനുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ ഇനി ബാക്കി വാങ്ങിക്കണം. പിന്നെ സ്ലിപ്പർ എടുക്കുന്നുണ്ട്, 2 സ്ലിപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സോപ്പ്, തുണി കഴിയുന്ന സോപ്പ്, 2 കുളിക്കുന്ന സോപ്പ് എടുത്തു. പേസ്റ്റ്, ബ്രഷ്, പൗഡർ, അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്ത് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് മെറ്റർനിറ്റി പാഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വഴിയെ വാങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. തോർത്ത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെ മോളും പാപ്പനും കൂടി ബീച്ചിൽ പോകാനായിട്ട് ഇറങ്ങി. ബീച്ച് തൊട്ട് പറ്റി അപ്പുറത്തോട്ട് നടന്നാൽ മതി. പക്ഷേ എന്നാലും അവർ ഇങ്ങനെ വണ്ടിയിലാണ് പോകുന്നത്, അവിടം വരെ നടക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് അവർ ബീച്ചിൽ പോകാനായിട്ട് പോയി. ആ സമയത്ത് ഞാൻ സിസ്റ്ററോട് വന്ന് ഫ്രണ്ടിൽ കസേരയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. തീരപ്രദേശം ആയതുകൊണ്ടായിരിക്കും നല്ല അടിപൊളി കാറ്റാണ് അവിടെ. നമുക്ക് ഫ്രണ്ടിലൊക്കെ ഇറങ്ങിയിരുന്ന നല്ല കാറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു നമുക്കൊന്ന് നടക്കാം കുറച്ച് നേരം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിലേ കൂടെയൊക്കെ നന്നായിട്ട് നടക്കാം. മുമ്പ് ഇവിടെ കുഴിയായിരുന്നു, ഈ മണ്ണ് ട്രജ് ചെയ്തെടുത്തതിൻ്റെ വലിയ കുഴിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി മുക്കാലും ഇപ്പോൾ അവർ നികത്തിയിട്ടുണ്ട്. ഇനി ഇത്രയും പോർഷനും കൂടി നികത്താനുണ്ട്. അപ്പോൾ നല്ല കുഴിയാണ് ഇവിടെ. അങ്ങനെ ഒരുവിധമൊക്കെ നികത്തി. അപ്പോൾ അതെല്ലാം നോക്കി ഞങ്ങൾ അതിലേ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പട്ടിയൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. നല്ല സമാധാനമായിട്ട് അവരവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്ന് കുറച്ച് നേരം അവിടെയൊക്കെ കാറ്റും കൊണ്ടൊക്കെ മണ്ണിൻ്റെ പുറത്തിരുന്നിട്ട് വീണ്ടും തിരിച്ചു പോയി വീടിൻ്റെ ഫ്രണ്ടിൽ കസേരയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് സിസ്റ്റർ പോയിട്ട് കപ്പലണ്ടി ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത്, മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതുണ്ടല്ലോ, അത് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളും അച്ഛനും ബീച്ചിൽ പോയിട്ട് വന്നപ്പോൾ ചോക്കോ ബാർ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചോക്കോബാർ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോക്കോബാർ കഴിച്ചു. അപ്പോൾ ബീച്ചിൽ ബജ്ജി, ചോക്കോബാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും കാണും. പിന്നെ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ തിരക്കും ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അല്ലാതെ വലിയ ബഹളമൊന്നുമുള്ള ബീച്ചൊന്നുമല്ല. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. മണ്ണിലൊക്കെ കളിച്ച് മൊത്തം മണ്ണായിട്ടൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ അമ്മ ചായ കൊണ്ട് തന്നു. പിന്നെ ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ 2 ദിവസത്തേക്ക് അവരുടെ വീട്ടിൽ നിൽക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് വന്നു. അപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുതന്ന് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി അവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ അവർ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പോകുമ്പോൾ ഫ്രണ്ടിൽ മുറ്റത്ത് തന്നെ കുറേ പട്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ആ കണ്ണിങ്ങനെ കത്തുന്നത് പട്ടികളുടെയാണ്. ഇവിടെ ഇങ്ങനെ പട്ടികൾ ആസ് യൂഷ്വൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൊത്തം പട്ടികളാണ്. നമ്മളങ്ങനെ അറ്റാക്ക് ചെയ്യൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാറ് വന്നിട്ട് ഞങ്ങൾ ഇതിലേക്കൂടിയൊക്കെ നടന്നിട്ടൊന്നും പട്ടികൾക്ക് യാതൊരു പേടിയില്ല. അവരൊരു കൂസലും ഇല്ലാതെ അവിടെ കിടക്കുകയാണ്. നമ്മളെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷേ പരിചയമില്ലാത്തൊരാരെങ്കിലും വന്നാൽ അറ്റാക്ക് ചെയ്യും, കുരച്ചുകൊണ്ട് ചാടിച്ചെല്ലുകയൊക്കെ ചെയ്യും. ഞങ്ങളെയൊക്കെ അറിയാവുന്നത് കൊണ്ട് മാത്രം ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് വലിയ അറ്റാക്കൊന്നുമില്ല. എന്നാലും പുറത്തുനിന്ന് പരിചയമില്ലാത്തവരൊക്കെ വന്നാൽ കുരയ്ക്കുകയൊക്കെ സാധാരണ പതിവുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു കാറിൽ. പിന്നെ സിസ്റ്ററും ബ്രദറും കൂടി കയറിപ്പോയി. അപ്പോഴും പട്ടികൾ അവിടെ കിടക്കുക. അവർ ഇതിലൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ സിസ്റ്ററൊക്കെ പോയി. പിന്നെ ഞാൻ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഉള്ളി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കി മുട്ടയും പൊരിച്ചെടുത്തു. എനിക്ക് ഫിഷൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ഞാനങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ എനിക്കല്ലാതെ ഇതുപോലത്തെ എന്തെങ്കിലും ചമ്മന്തിയോ മുട്ടയോ ഉണക്കമീൻ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ മതി. എനിക്ക് എന്നാലേ വയറ് നിറയുള്ളൂ. അപ്പോൾ ഫിഷൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാനിച്ചിരി ചമ്മന്തി ഉണ്ടാക്കി മുട്ടയും പൊരിച്ചെടുത്തു. ഇതാണ് ഇന്നത്തെ രാത്രിയിലത്തെ എൻ്റെ ഡിന്നർ. പിന്നെ അതുകൂടാതെ ഇവിടെ ഈ മാങ്ങ ഉണക്കി അച്ചാറിടുമല്ലോ, അപ്പോൾ അതിൻ്റെ അച്ചാറിരിപ്പുണ്ടായിരുന്നു. ആരോ ജസ്റ്റ് ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ അത് 1-2 പീസ് എടുത്തു. അങ്ങനെ അതും കൂട്ടി ഞാൻ ചോറ് കഴിക്കാനിരുന്നു. അപ്പോൾ മണിച്ചിത്രത്താഴ് സിനിമ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയും കണ്ടുകൊണ്ടാണ് കഴിക്കാനിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ടി വിയിലൊരു വെട്ടൽ. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാതെ നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കാണാം. വീണ്ടും വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വെട്ടലുണ്ട്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. പിന്നെ രാത്രിയായി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു.